ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വീക്ക് ഡേ ആണ്. കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ്. എന്നാൽ സനോയിന് ഇന്ന് ഓഫാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ നമ്മളെ സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷൻ, ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 25, അതായത് നാളെ നവംബർ 26 ഡുങ്കുടുവിൻ്റെ ബർത്ത്ഡേ വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഓരോരുത്തർ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടുകയാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞ സ്കൂളിലേക്ക് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അത് ആ ഒരു ഇടവഴിയിൽ തന്നെയാണ്. ആ കുട്ടിയുടെ അമ്മയാണ് രണ്ടുപേരെയും ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം സനോയി പോയി പിക്ക് ചെയ്യും. അങ്ങനെ മാറി അങ്ങനെ ചെയ്യും. അപ്പോൾ അവൾ പോയതിന് ശേഷം പിന്നെ സച്ചിനെയും ഒന്ന് റെഡിയാക്കി അവളെയും ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവളെ ഒന്ന് സെറ്റാക്കി അവളെയും കൂടി പറഞ്ഞു വിട്ടതിന് ശേഷമാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ കുറച്ച് ഷോപ്പിങ്ങും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നാളെ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ അൺബോക്സിങ് വീഡിയോ ഉണ്ടല്ലോ, നമുക്കിന്ന് ബോക്സിങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങളും റെഡിയായി. ഞങ്ങൾ ആദ്യം പുറപ്പെട്ടു. ആദ്യം നമ്മൾ പോയത് കുറച്ച് ബുക്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബണ്ണി വേഴ്സസ് മങ്കി എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഇത്. സച്ചു വായിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുക്കാണ്. അവളുടെ കയ്യിൽ ഒരു ബുക്കാണുള്ളത്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഫുൾ സീരീസ് വേണം. നമ്മൾ കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങാമെന്ന് പറഞ്ഞിങ്ങനെ നോക്കി ഇങ്ങനെ തമ്പിട്ട് നിന്നു. അപ്പോൾ അവൾ പക്ഷേ വായിച്ച ബുക്ക് തന്നെ അവൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കണപ്പോൾ നമുക്ക് മനസ്സിലായി അവൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ വിചാരിച്ചു റൈറ്റ് ടൈമാണ്, നമുക്ക് ബുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 സീരീസിൻ്റെ ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി വിചാരിച്ചിരുന്ന ബർത്ത്ഡേക്ക് ഡുങ്കുളുവിന് കുറേ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുമ്പോൾ സച്ചിനും ഗിഫ്റ്റ് വേണമല്ലോ. അപ്പോൾ പിന്നെ ഇതൊരു റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് അവൾക്ക് കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം അവൾ ആഗ്രഹിച്ചൊരു സാധനം തന്നെ കിട്ടുവാണ്. പിന്നെ വെറുതെ കുറേ ടോയ്സും കാര്യങ്ങളൊന്നും വാങ്ങണ്ടല്ലോ എന്നും വിചാരിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ ബുക്സ് റെഡിയാക്കി. അതിനുശേഷം നമ്മൾ നേരെ വന്നത് ടെസ്കോയിലോട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടോയ്സിൻ്റെ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഗ്രോസറി ഐറ്റംസ്, പിന്നെ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ്, പിന്നെ ഈ പറഞ്ഞ ബർത്ത്ഡേക്ക് കേക്കും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് അവൾക്ക് ആക്ച്വലി അറിയില്ല എന്നുള്ളതാണ് ട്വിസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ടെസ്കോയിൽ വന്നു സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ വീട്ടിലോട്ട് പോയി. നേരെ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി എല്ലാം അതാത് സ്ഥലത്തോട്ട് എടുത്ത് വെച്ചു. കാരണം കുറേ ഫ്രിഡ്ജ് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രിഡ്ജ് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അവിടെ ഇരിക്കും. എപ്പോഴാണ് നമ്മൾ തിരിച്ചെത്താൻ നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് വേഗം എടുത്തു വെച്ചു കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ അത് അടുത്തൊരു പരിപാടിയിലേക്ക് കിടക്കുകയാണ് നമ്മളിനി പോകുന്നത്. എന്താ പറയുക, ഐക്യയിലോട്ടാണ് നമ്മൾ പോകണേ. ശരിക്കൊരു മായാലോകം എന്നൊക്കെ പറയും, മാജിക്കൽ വേൾഡ്. കാരണം നല്ല രസമാണ് അവിടെ പോയിരിക്കാൻ. ഞങ്ങളിത് ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങാനുള്ളത് കുറച്ച് ഐറ്റംസ് ആയിരിക്കും. പക്ഷേ ഐക്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഫുള്ളിങ്ങനെ കറങ്ങി നടന്ന് ഓരോന്നോരോന്ന് നോക്കി നമുക്കിങ്ങനെ പലതും നമുക്ക് തോന്നും. അവിടെ എത്തുമ്പോൾ നമുക്ക് പലതും നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത് ചെയ്യാം, ഇതുപോലെ ചെയ്യാം, അതുപോലെ ചെയ്യാം, അങ്ങനെ നമുക്ക് ഒന്നായിട്ട് നമുക്ക് തോന്നും ഓട്ടോമാറ്റിക്കലി. അപ്പം നമുക്കറിയാം കുറേ ടൈം നമ്മൾ പോകും എന്നുള്ളത് അറിയാം. അപ്പം അതുകൊണ്ട് പിന്നെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഐക്യ വരാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടുന്ന് ഒരു ഐക്യ, നമ്മുടെ വീട്ടിൽ നിന്ന് ഐക്യ ഒരു അരമണിക്കൂറില്ല, ഒരു 20 മിനിറ്റിലൊക്കെ നമുക്ക് ഐക്യ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീകളും ഒരു ക്രിസ്മസി തീമായിട്ട് തന്നെ ഐക്യ സെറ്റപ്പ് ഉണ്ടായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങാനുള്ള സാധനങ്ങൾ കുറച്ചാണെങ്കിലും നമ്മൾ ആ സെക്ഷനിലേക്കൊന്നും വന്ന് തിരിയണം എന്നില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് നടക്കും. കാണാൻ നല്ല നല്ല രസമാണല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഐക്യയൊക്കെ. പക്ഷേ അങ്ങനെ കുറേ കേരളത്തിൽ എത്രമാത്രം ഉണ്ട് എനിക്കറിയില്ല. ഒരെണ്ണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. പക്ഷേ ഞാനിപ്പോൾ ബേസ് ചെയ്തേക്കണേ തൃശ്ശൂർ ആയതുകൊണ്ട് അവിടെയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ബാംഗ്ലൂരൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ അത് കാരണം എനിക്കറിയില്ല നാട്ടിലുള്ളവർക്ക് എത്രമാത്രം ഇതിൻ്റെ ഒരു രസം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഈ വീഡിയോസിലൊക്കെ ആയിരിക്കും കൂടുതലും കണ്ടിട്ടുണ്ടാവണേ. ഞാൻ എപ്പോഴും പറയൂട്ടോ, ഇവിടെ അമ്മയൊക്കെ വരുന്ന സമയത്ത് അമ്മേനെയൊക്കെ ഒന്ന് ഐക്യ കൊണ്ടുവരണം. ഒന്നും വാങ്ങാനില്ലെങ്കിലും ഒരു ട്രിപ്പായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഐക്യ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ കാണാൻ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാലോ എന്നുള്ള കുഞ്ഞു ഐഡിയാസ് കിട്ടും.
എന്ന് വെച്ചാൽ വലിയ കാശ് കൊടുത്തിട്ടുള്ള ഐഡിയാസ് അല്ല പറയണേ, കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഐറ്റംസ് ആയിരിക്കും. നമ്മൾ ചിലപ്പം അറിയില്ലായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാലോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന്. അത് ഇവിടെ വരുമ്പോൾ നമുക്കങ്ങനെ കുറേ ഐഡിയാസൊക്കെ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളും ഇതൊക്കെ തന്നെയാണ് സെയിം, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് പോകുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നു ഇങ്ങനെ നമുക്ക് ചെയ്യാം, നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് അവിടെ ബ്ലാങ്ക് ഇല്ലേ, നമുക്കത് അവിടെ ഇങ്ങനെ ചെയ്യാം, ഇപ്പോഴത്തെ സംഭവം ഒന്ന് മാറ്റി നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പോണ ഐഡിയാസ്. കുറച്ചൊക്കെ അല്ല പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്കൊന്നും ഐക്യയിൽ ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ സെക്ഷനിലോട്ടൊന്നും നമുക്ക് പോകേണ്ട ഒരാവശ്യമില്ല, എന്നാലും പോവും. എല്ലായിടത്തും ഒന്ന് പോയി കണ്ട് എല്ലാത്തിൻ്റെയും വിലയും നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. ഒന്ന് ഇരുന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ ഉണ്ടാവും, അത് കഴിയുമ്പോൾ പിന്നെ ഒരു ഓട്ടമായിരിക്കും. അയ്യോ, കാരണം സ്കൂള് വിടുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചെത്തണം. അത് മാത്രമല്ല നമുക്കിന്ന് ഈ ബർത്ത്ഡേയുടെ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധാരണ ഈ പാക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രിയിൽ തൊട്ട് വെച്ചിട്ട് പിള്ളേർ കിടന്നുറങ്ങി രാത്രിയെല്ലാം ചെയ്ത് നമ്മളും ടയേർഡാവും. അപ്പോൾ അത് കാരണം എല്ലാം കുറച്ച് നേരത്തെ ചെയ്ത് വെക്കണം. പിള്ളേർ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊക്കെ ചെയ്ത് വെച്ച് കഴിയുവാണെങ്കിൽ ഉപകാരമാണല്ലോ, നല്ലതാണല്ലോ, നമുക്ക് കുറച്ച് ടൈം കിട്ടും. രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങാം എന്നൊക്കെയായിരുന്നു പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ധൃതി കൂട്ടും. എന്നുണ്ടെങ്കിലും ഈ ലൈറ്റ് കേട്ടോ, ഇത് എനിക്ക് കാണാൻ നല്ല രസമായിരുന്നു. നമുക്ക് ഡിമ്മാക്കണമെങ്കിൽ ഡിമ്മാക്കാം, ബ്രൈറ്റ് ആക്കണമെങ്കിൽ ബ്രൈറ്റ് ആക്കാം. പക്ഷേ മെയിൻ്റനൻസ് കുറച്ച് പണിയായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പൊടിയൊക്കെ പിടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്, ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കിങ്ങനെ ഉണ്ടല്ലോ ഒരു പിക്ചറായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇത് ഐക്യമാണോ എന്ന് തന്നെ തോന്നില്ല, നമുക്ക് ഒരു കടയാണെന്ന് തോന്നില്ല. നമുക്ക് നമ്മളിതൊരു വീട്ടിൽ പോയി നിൽക്കുന്ന പോലെ ഒരു ഫീലാണ്, അല്ലെങ്കിൽ ഒരു റൂമിൽ കയറി ഇരിക്കുന്ന ഫീലിംഗ് ആണ് കേട്ടോ ഓരോ സ്ഥലത്തും നമുക്ക് പോകുമ്പം കിട്ടുന്നത്. അതുപോലെയാണ് ഒരു കുഞ്ഞ് സ്പേസിനെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ശരിക്കും നമ്മുടെ ഐക്യ തരും. നമ്മളൊക്കെ ഞാൻ ഇപ്പം എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞിട്ടോ, ഞാനിങ്ങനെ ചിലവരൊക്കെ ഉണ്ടാവും, എന്നെ പോലെയുള്ള ചിലരൊക്കെ ഉണ്ടാവുമല്ലോ, കുഞ്ഞൊരു സ്പേസ് ആയിരിക്കും, നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നറിയാണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഇരിക്കും. പക്ഷേ എന്നിട്ടും നമുക്ക് സ്പേസ് തികയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഐക്യ ചെല്ലുമ്പോണ്ടല്ലോ നമുക്ക് തോന്നും നമ്മുടെ റൂമിനേക്കാളും ചെറിയൊരു റൂമായിരിക്കും അവർ സെറ്റപ്പ് ചെയ്ത് കാണിച്ചിരിക്കണേ. ആ റൂമിനകത്ത് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ അവർ മാനേജ് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. സാധനങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്ന, അപ്പോൾ നമുക്കറിയാമല്ലോ ഈ സാധനങ്ങളൊക്കെ അവിടെ അത്രയും പോകുന്ന സ്പേസിൽ കൊള്ളുന്നു. അങ്ങനെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് എപ്പോഴും നമ്മൾ എത്തുമ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ടുവരും, നമ്മൾ ഓടിയാണ് പോകാറ്. ഇപ്രാവശ്യം നമ്മൾ പതുക്കെ വന്നു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോ സെക്ഷൻ എത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ സെക്ഷൻ വരുമ്പോൾ നമ്മളത് വാങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ സ്ഥലത്തെത്തുമ്പോൾ ആക്ച്വലി നമ്മൾ വീഡിയോ എടുക്കാനും വിട്ടുപോകും. കാരണം നമുക്ക് ഐറ്റം മേടിക്കണം, അങ്ങനത്തെ ഒരു പാൻ മേടിക്കണമായിരുന്നു. എനിക്ക് എൻ്റെ ചപ്പാത്തിയുടെ പാൻ നാശമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മാറ്റണമായിരുന്നു. പിന്നെ കുറച്ച് ടവൽസ് എല്ലാം മാറ്റാറായ കുറച്ച് ടവൽസൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ ഒന്ന് മാറ്റാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, കാഴ്ചകളും കാണുന്നുണ്ട്. കാര്യങ്ങൾ നടത്തുമ്പോൾ മിക്കവാറും വീഡിയോ എടുക്കാൻ മറന്നു, കാഴ്ചകൾ കാണുമ്പോൾ മാത്രമായിരിക്കും വീഡിയോ എടുക്കുന്നത് എന്നുള്ളതാണ് കാര്യം. അങ്ങനെ പിന്നെ ഈ ബാഗ്സിൻ്റെ സെക്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതും അവിടേക്ക് നോക്കിയാണ് സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് കാണുന്നത്. സാധാരണ നമ്മൾ സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടെസ്കോ മെറ്റലാനിലല്ല ടെസ്കോ ഒക്കെയാണ് നമ്മൾ കൂടുതലും ആർഗോസിൽ തപ്പും, അങ്ങനെയൊക്കെയാണ് നോക്കാറ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്കോ പുതിയതാണോ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ഇതുള്ളത് കൊണ്ട് തന്നെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി, നമുക്ക് ലൈറ്റ്സൊക്കെ നോക്കിയപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബാറ്ററി ഉള്ള ലൈറ്റ്സ് അങ്ങനെ പൊതുവെ വാങ്ങാൻ എനിക്കിങ്ങനെ കാണുമ്പോൾ കൊതിയൊക്കെ ആവും. എന്നുണ്ടെങ്കിലും സാധനം പറയുമോ അത് ഭയങ്കര ബാറ്ററി ഇങ്ങനെ മാറ്റി നമ്മൾ മുടിയുള്ളൂ. ഇലക്ട്രിസിറ്റിയുടെ ആണെങ്കിൽ നമുക്ക് പിന്നെ പ്ലഗ് ചെയ്താൽ മതിയല്ലോ എന്നായിരിക്കും. പ്ലാൻസിൻ്റെ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറപ്പാണ് നമ്മൾ ഐക്യ വന്നു കഴിഞ്ഞാൽ പ്ലാൻസിൻ്റെ സെക്ഷൻ വരുന്നുള്ളൂ. വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിൽ നമ്മൾ അവിടെ വന്ന് ഒന്ന് നോക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ എപ്പോഴുള്ള ഒരുവിധം പ്ലാൻസൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയെന്നുമുണ്ട്. വലുതൊന്നുമല്ല, കുഞ്ഞ് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാൻസൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ. എന്നാലും ഒന്ന് വന്ന് നോക്കുമ്പോൾ ഇത് വല്ലതും വന്നിട്ടുണ്ടോ, വേണോ, നമ്മളെപ്പോഴും പറയും കേട്ടോ, ഇല്ലാട്ടോ ഈ പ്രാവശ്യം നമ്മൾ പ്ലാൻസ് ഒന്നും വാങ്ങില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്നാലും ചിലപ്പോൾ പോകുമ്പോൾ വാങ്ങും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല, ഇപ്രാവശ്യം ഒന്നും വാങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ടെസ്കോന്ന് ഒരു കുഞ്ഞു റോസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാസ്ക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കും, റോസ് റിഡക്ഷനിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ റോസ് വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഇന്നൊരു ചെടി മേടിച്ചതാണ്, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒന്നും മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അപ്പം പിന്നെ ഐക്യയിൽ ഇപ്പോൾ ചിലവർക്ക് അറിയില്ലായിരിക്കും, ഈ ഫേർണിച്ചേഴ്സ് എല്ലാം നമ്മൾ എങ്ങനെയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഫേർണിച്ചറിൻ്റെ ടാഗുമ്പോൾ തന്നെ നമ്മൾ അവർ ഷോ പീസായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് ഏത് ഐലിൽ എവിടെയാണ്. ഐലിന് നമ്പർ ഉണ്ടാവും, നമ്പർ 1 നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഐലിൽ ഇങ്ങനെ ലൊക്കേഷൻ പോലെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇന്ന സ്ഥലത്ത് ഇന്ന നമ്പറിൻ്റെ പോയിന്റിൽ നമുക്ക് ആ സാധനം കാണാം എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് ആ ഐലുകൾ ഇരിക്കുന്നത്, ഓരോ ഐലിന് നമ്പർ ഉണ്ട്. ആ സ്ഥലത്ത് ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സിൽ നമുക്കെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഇപ്പോൾ സോഫ പോലത്തെ സംഭവങ്ങളല്ല, സോഫയൊക്കെ എനിക്ക് തോന്നുന്നു ഹോം
ഡെലിവറി ആയിരിക്കും മിക്കവാറും അവിടെ ഓർഡർ കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾസ് അങ്ങനെയൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആ കാർഡ്ബോർഡ് അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഐക്യ വന്നാൽ നിർബന്ധമായിട്ടും വേണ്ടതാണ് മീറ്റ് ബോൾസ്. നമ്മൾ ഐക്യ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റ് ബോൾസ് എന്തായാലും മേടിക്കണം. നിങ്ങൾ ഐക്യ പോയി എന്ത് സാധനം മേടിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷേ മീറ്റ് ബോൾസ് നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ട്വിസ്റ്റായിപ്പോയി. കാരണം ഐക്യയിൽ എപ്പോഴും ഐക്യയുടെ മീറ്റ് ബോൾസ് ഭയങ്കര ഫേമസ് ആണെന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം നോക്കിയപ്പോൾ മീറ്റ് ബോൾസ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും അവർ പറഞ്ഞതല്ലെന്ന് വെച്ചിട്ട് സോസേജ് മേടിച്ചുകൊണ്ട് പോന്നു. ഞാൻ പിന്നെ സോസേജും കഴിക്കില്ല, മീറ്റ് ബോൾസും കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാനൊരു മഫിൻ കഴിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പാക്കിങ്ങിന് നടന്നു കേട്ടോ. അപ്പോൾ ഞാൻ സച്ചുവിൻ്റെ പാക്കിങ് നമ്മൾ വേറൊരു ബോക്സ് റാപ്പിംഗ് പേപ്പറിൽ ചെയ്തു, ഡുങ്കുടുവിൻ്റെ വേറെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെമ്മുവിൽ നമ്മൾ കുറച്ച് മേടിച്ചതാണ്, ഗിഫ്റ്റായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ 2 പേർക്ക് ഓരോ ഫ്രോക്ക് മേടിച്ചു. പിന്നെ ഇതെല്ലാം ഡുങ്കുടുവിനുള്ളതാണ്, ഹുഡീസ് എല്ലാം കേട്ടോ. ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ആ ഹുഡീസ് എല്ലാം ഡുങ്കുടുവിനായിട്ട് വാങ്ങിയത്. ടോയ്സ് ആയിട്ട് വാങ്ങണ്ട എന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും അത്ര സർപ്രൈസ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എന്താ പറഞ്ഞത് പാൻസ്, കാർഗോ പാൻസ്, അപ്പോൾ ആ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ടോപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ വാങ്ങിയതൊന്നും നമുക്ക് സർപ്രൈസ് ആയിട്ടൊന്നുമല്ല, കാരണം ഡുങ്കുടുവിന് അറിയാം ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് കേട്ടോ. അവൾ തന്നെയാണ് ചൂസ് ചെയ്തത്. കാരണം അവളോട് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു, ആദ്യം കുറച്ച് വലുതൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞു അത്രയും വലുതൊന്നും ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞാൽ അല്ല, എനിക്ക് ഈ പ്രാവശ്യം ടോയ്സും അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വേണ്ട, എനിക്കൊരു ബഡ്ജറ്റ് തരും, ആ ബഡ്ജറ്റിൽ ഞാൻ ടെമൂന്ന് ഷോപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്കൊരു ചെറിയൊരു ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടെമൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ടെമു നല്ല ചീപ്പായിട്ടുള്ള സംഭവമാണ്. അത് കാരണം ചെറിയ ബഡ്ജറ്റാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ അവൾ മേടിച്ചിരുന്ന കുറച്ച് ബ്രേസ്ലെറ്റ്, ലിപ് ഗ്ലോസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ ക്രോസ് ചെക്ക് ചെയ്തു കേട്ടോ, ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ എന്നൊക്കെ. ആവശ്യമില്ലാത്തൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മാത്രമാണ് അവൾ ടോയ് എന്ന് പറയാനായിട്ട്, അതെന്ന് വെച്ചാൽ അവൾ കിടക്കുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, നല്ല സുഖമാണ്, സോഫ്റ്റാണ്, കംഫിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതും അങ്ങനത്തെ സാധനങ്ങളാണ് അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് എല്ലാം അപ്രൂവൽ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഇതെല്ലാം പാകാവോ എന്നൊക്കെ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ ആക്ച്വലി അതാണ് ഒരു സർപ്രൈസ് ആയിട്ട് അവൾക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ ആക്ച്വലി ഇത് വീക്ക് ഡേ ആണ് അവളുടെ ബർത്ത്ഡേ വരുന്നത്, ട്യൂസ്ഡേ ആയിട്ടായിരുന്നു വന്നിരുന്നത്. ഇത് മൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ കമ്മിങ് സൺഡേ നമ്മളൊരു ബർത്ത്ഡേ പാർട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അവൾ ആവശ്യപ്പെട്ടിരുന്ന ഗിഫ്റ്റ്, നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി അവൾക്ക് അറിയില്ല കേട്ടോ. ആ ഗിഫ്റ്റ് അവൾക്ക് കിട്ടുന്ന കാര്യം അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ബാക്കി ടെമൂന്ന് വാങ്ങിയ ഐറ്റംസ് ആണ് അവൾക്ക് അറിയാവുന്ന ഐറ്റംസ് കേട്ടോ. പിന്നെ കുറച്ച് കാർഡ്സും കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ എന്താ പറയുക, ബർത്ത്ഡേ പാർട്ടി അവൾക്ക് അറിയില്ല കേട്ടോ. അപ്പം അത് എങ്ങനെയൊക്കെയാണ് പ്ലാൻ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് ഇപ്പോൾ പറഞ്ഞു തീർക്കാത്തത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഡുങ്കുടു ഒരു ബ്രേസ്ലെറ്റ്, അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു, അത് നാട്ടിൽ മറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്രാവശ്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയപ്പോൾ അവർക്ക് പോസ്റ്റ് അയച്ചു അവർ. അപ്പോൾ പോസ്റ്റ് അയച്ചിട്ട് അത് അവർ കൊണ്ടുവന്ന് തന്നാണ്. പക്ഷേ ഞാനത് ഇപ്പോഴാണ് കേട്ടോ തുറക്കുന്നത്. അപ്പോൾ ബ്രേസ്ലെറ്റിന് കൂടെ തന്നെ അപ്പോൾ അവൾ അന്നേരം പിള്ളേർക്ക് എന്തെങ്കിലും വേണ്ടേന്ന് വെച്ചിട്ടൊരു തലയിലിടുന്നൊരു ഇതും പിന്നെ 2 മാലയും അവൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. മാലയുടെ ഒരെണ്ണത്തിൻ്റെ കല്ല് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ ഒട്ടിച്ചിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതാണ് ആ ബ്രേസ്ലെറ്റ് കേട്ടോ. ഡിസ്നിയുടെ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു, അവൾ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അവസാനം കിട്ടിയതിന് ശേഷം കയ്യിൽ നിന്ന് വീട്ടില്ല എന്നുള്ള വേറെ കാര്യം. അപ്പം അത് നാട്ടിൽ വെച്ച് മറന്നു വെച്ചു. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇത് അയച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് എൻ്റെ അനീത്തിയുടെ മോൻ അവൻ ഉണ്ടാക്കിയ ഒരു ബർത്ത്ഡേ കാർഡാണ് കേട്ടോ. 2 ഇങ്ങനെ ബർത്ത്ഡേ കാർഡ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഞാനിപ്പോഴാണ് തുറക്കുന്നത്. സാധനം ഒക്ടോബറിൽ എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചെത്തി. പക്ഷേ ഞാൻ അന്നേരം നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു. പിന്നെ ഇത് പാക്ക് ചെയ്യാൻ നേരത്താണ് ഞാനത് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അടുത്ത് നമ്മുടെ പാക്കിങ്ങിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ഡ്രസ്സ് ഞാൻ കാണിക്കാൻ മറന്നു. അവിടെ ഒരു ഗ്രീൻ കളർ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും. ആ ഡ്രസ്സ് ഇതുപോലെ ഇവിടെ കാണാം ഇപ്പോൾ. അപ്പോൾ അത് സനോൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച ഒരു ഗിഫ്റ്റാണ് കേട്ടോ ആ ഡ്രസ്സ്. പിന്നെ ഈ ഒരു ആ ഒരു വയറിൻ്റെ ഇതില്ലേ, എന്താ പറയുക, ഹെഡ്ഫോൺ ആ ഒരു പാക്കറ്റ്, ആ പാക്കറ്റിലായിരുന്നു ആക്ച്വലി നാട്ടിൽ നിന്ന് അയച്ചു തന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വാങ്ങിയ ബ്ലൂടൂത്തിൻ്റെ പക്ഷേ എന്തൊക്കെയോ പറഞ്ഞു, ബ്ലൂടൂത്തിൻ്റെ ഇയർബഡ്സ് നമുക്ക് അതിനകത്ത് പാക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവൾ അതാണെന്ന് തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോ രാത്രിയാണ്. രാത്രി പിള്ളേരെല്ലാം കിടന്നുറങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും മാത്രം ചെയ്തു. ഞാൻ നേരത്തെ കാണിച്ചു
വന്ന ഡെക്കറേഷൻസ് ഒന്നും നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. അതെല്ലാം നമ്മൾ ആ പാർട്ടിയുടെ അന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചു. പിന്നെ ഗിഫ്റ്റ് എല്ലാം എടുത്ത് പുറത്തോട്ട് വെച്ചു. നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി നമ്മൾ ഗിഫ്റ്റ് എല്ലാം നേരത്തെ പാക്ക് ചെയ്തെന്നുണ്ടെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം രാത്രി 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.